അടുത്ത ടോപ്പിക്കാണ് റെക്കഗ്നീഷൻ ഓഫ് മദർ ടങ്. മദർ ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ആദ്യമായി ആ കുട്ടിയുടെ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അതാണ് മദർ ടങ്. മലയാളിയായൊരു കുട്ടി, മലയാളിയായിട്ടുള്ള പാരൻസിന് ജനിക്കുന്ന ഒരു കുട്ടി, സപ്പോസ് കാനഡയിലാണ് ജനിക്കുന്നത്, പാരൻസ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് വീട്ടിൽ, എങ്കിൽ ആ കുട്ടിയുടെ മദർ ടങ് മലയാളമല്ല, മറിച്ച് ഇംഗ്ലീഷാണ്. സോ കുട്ടിയുടെ ആദ്യമായി പഠിക്കുന്ന ആ ഒരു ഭാഷയാണ് മദർ ടങ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹോം ലാംഗ്വേജ് അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് എന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു മദർ ടങ് കുട്ടികളുടെ ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് ഒരു ഫൗണ്ടേഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഐഡൻറ്റിറ്റി, കുട്ടിയുടെ ആ ഒരു ട്രഡീഷനും ഹെറിറ്റേജും ഒക്കെ കുട്ടിക്ക് ജീവിതത്തിലോട്ട് കിട്ടണമെങ്കിൽ അത് ആ ഒരു മദർ ടങ്ങിലൂടെ കിട്ടുമ്പോഴാണ് കൂടുതൽ അതൊരു ഡീപ്പർ ലെവലിൽ പോകുന്നത്. അതുപോലെ ഇമോഷണൽ ബോണ്ട്, നമുക്കറിയാം വെളിനാടുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് മലയാളം അറിയാത്ത കുട്ടികൾ വീടുകളിലോട്ട് ഇപ്പോൾ തറവാടുകളിലോട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ ഗ്രാൻഡ് പാരൻസുമായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് കൂടുതലും ഉണ്ടാവുക അതേ ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടികളായിട്ടാണ്, അല്ലേ? ഗ്രാൻഡ് പാരൻസിനുമായിട്ട് അവർക്ക് ഇടപഴകാൻ കൂടുതൽ ഇമോഷണൽ ബോണ്ടിങ് വരുന്നത് മദർ ടങ് ഉണ്ടെങ്കിലാണ്. അതുപോലെ ഫൗണ്ടേഷൻ ഫോർ ലേണിംഗ്, കുട്ടികൾക്ക് ലേണിംഗ് മൊത്തത്തിൽ ഈസി ആക്കാൻ അവർക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ മദർ ടങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് മദർ ടങ് നമുക്ക് പഠിക്കാൻ? ലിമിറ്റഡ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ടീച്ചിങ് മെറ്റീരിയൽസ് ഇൻ മദർ ടങ്. ചിലപ്പോൾ ഒരു കുട്ടിക്ക് അന്യനാടുകളിലൊക്കെ ആണെങ്കിൽ മദർ ടങ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്സും മെറ്റീരിയൽസും അവൈലബിൾ ആവണമെന്നില്ല. അതുപോലെ സോഷ്യൽ സ്റ്റിഗ്മ, നമുക്കറിയാം ഇപ്പോഴും നമ്മളാണെങ്കിലും വീടുകളിലും അതുപോലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ഇംഗ്ലീഷിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ആ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിൽക്കുമ്പോൾ മദർ ടങ്ങിന് ഇമ്പോർട്ടൻസ് കുറയുന്നു. ദെൻ ബൈലിംഗ്വൽ പ്രഷർ, നമുക്ക് മദർ ടങ് മാത്രം പഠിച്ചാൽ പോരാ, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ അത് തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രഷർ. അതുപോലെ ഗ്ലോബലൈസേഷൻ, എന്താണ്? നമ്മുടെ മദർ ടങ് യൂസിങ് കുറഞ്ഞു വരികയാണല്ലേ. സോ അതാണ് ഗ്ലോബലൈസേഷൻ കാരണം നമ്മുടെ മദർ ടങ്ങിന് ഇമ്പോർട്ടൻസ് കുറയുന്നു. ഇനി ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ മദർ ടങ്ങിനുള്ള റോൾ എന്താണ്? കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്ട്രോങ് ആവുകയാണ്. അതുപോലെ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ബേസിക് ആയിട്ട് കുട്ടി മദർ ടങ്ങിലൂടെ പഠിച്ചു വരുമ്പോൾ ലിംഗ്വിസ്റ്റിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ കുട്ടിയുടെ അക്കാഡമിക് സക്സസിനും മദർ ടങ് ഹെൽപ്ഫുൾ ആവുന്നു എന്നാണ് പറയുന്നത്. ഇനി എഡ്യൂക്കേഷനിൽ, വിദ്യാഭ്യാസത്തിൽ നമ്മൾ മദർ ടങ് ആണ് കൊടുക്കുന്നത്, കുട്ടികൾക്ക് മദർ ടങ്ങിലൂടെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എന്തുണ്ടാവും? കുട്ടികൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. അതേപോലെ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ എന്താണ്? അവരുടെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ആവും. അവർ ഷൈ ആയിട്ട് ഇരിക്കില്ല, പെട്ടെന്ന് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല. നമ്മുടെ മദർ ടങ്ങിൽ തന്നെ പഠിച്ചു പോകുമ്പോൾ അയ്യോ എനിക്ക് ആ ലാംഗ്വേജ് അറിയില്ല എന്നുള്ള ഒരു വിഷമം കുട്ടികളിൽ വരുന്നില്ല. അതുപോലെ ലോങ് ടേം ബെനിഫിറ്റ് ആയിട്ട് പറയുന്നതാണ് ഫ്യൂച്ചർ അക്കാഡമിക് ഗ്രോത്തിനും ഈ മദർ ടങ്ങിലുള്ള എഡ്യൂക്കേഷൻ ഹെൽപ്ഫുള്ളാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മുടെ 3rd യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.